സൾഫ്യൂരിക് ആസിഡ് നിങ്ങൾ കേട്ടിട്ടുള്ള കെമിക്കൽ ആയിരിക്കും. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്ന കെമിക്കലിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഒരു പേരുണ്ട്. എന്താണ് സൾഫ്യൂരിക് ആസിഡിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേര്? സൾഫ്യൂരിക് ആസിഡ് ഇസ് നോൺ ആസ് ദ കിങ് ഓഫ് കെമിക്കൽസ്. കെമിക്കൽസിന്റെ കിങ് അല്ലെങ്കിൽ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു കെമിക്കലാണ് ആര്? സൾഫ്യൂരിക് ആസിഡ്. അതിന് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടാണ് സൾഫ്യൂരിക് ആസിഡിനെ നമ്മൾ ദ കിങ് എന്ന് വിളിക്കുന്നത്. എന്തൊക്കെ പ്രത്യേകതകൾ കൊണ്ടാണ് സൾഫ്യൂരിക് ആസിഡിനെ നമ്മൾ കിങ് ഓഫ് കെമിക്കൽസ് എന്ന് പറയണത് എന്നറിയോ? ഒരുപാട് ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് ഉണ്ടാക്കുന്നതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെമിക്കലാണ് ഈ സൾഫ്യൂരിക് ആസിഡ്. ഫെർട്ടിലൈസേഴ്സിലാണെങ്കിലും പെയിന്റ്സ്, ഫൈബേഴ്സ്, മെഡിസിൻസ്, ഫാബ്രിക്സ്, ഡിറ്റർജൻസ്, അതുപോലെ പെട്രോളിയം റിഫൈനിങ്, ഇങ്ങനെ ഒരുപാട് സബ്സ്റ്റൻസുകളെ മാനുഫാക്ചർ ചെയ്യാൻ അല്ലെങ്കിൽ പെട്രോളിയം റിഫൈനിങ് പോലെയുള്ള പ്രോസസ്സുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെമിക്കലാണ് സൾഫ്യൂരിക് ആസിഡ് എന്നുള്ളത്. ഇത്രയും പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടാണ് സൾഫ്യൂരിക് ആസിഡിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? കിങ് ഓഫ് കെമിക്കൽസ് എന്ന് വിളിക്കുന്നത്. സോ വിച്ച് കെമിക്കൽ ഇസ് നോൺ ആസ് ദി കിങ് ഓഫ് കെമിക്കൽസ് ആൻഡ് വൈ എന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത്? Sulfuric acid is known as the king of chemicals. It is known as the king of chemicals because it is used in the production of many substances. ഒരുപാട് സബ്സ്റ്റൻസുകളെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് സൾഫ്യൂരിക് ആസിഡ്. എന്നിട്ട് ഇത് ബുള്ളറ്റ് പോയിന്റ്സിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന അത്രയും കാര്യങ്ങൾ മെൻഷൻ ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ആൻസർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ. നമ്മൾ പഠിച്ചു, ഇതിന് തൊട്ട് മുൻപ് നമ്മൾ പഠിച്ച ഒരു കെമിക്കൽ ആയിരുന്നു അമോണിയ. അമോണിയനെ ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെ ധാർമിക്. അമോണിയയുടെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനെ നമ്മളൊരു പേര് വിളിച്ചിരുന്നു. എന്ത് പ്രോസസ് എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്? ധാർമിക് ഇസ് ദേർ? മക്കളെ ഒറ്റ സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. Okay, ma'am. ധാർമിക് ഇല്ലേ? ധാർമികിന്റെ പേര് കാണാണ്ടല്ലോ. ധാർമിക്, ആർ യു ദേർ? Yes, ma'am. അമോണിയയുടെ പ്രോസസ്സിനെ, അമോണിയനെ ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പേരാണ് പറഞ്ഞിരുന്നത്? ആ ഒരു പ്രോസസ്സിന് ഒരു പേരുണ്ട്. എന്ത് പേരാണ് അമോണിയ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിച്ചിരുന്നത്? മോസ. Yes, ma'am. അമോണിയ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയലി മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരെന്താണ്? Haber process. ഹേബർ പ്രോസസ്. അമോണിയയുടെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിച്ച പേര് ഹേബർ പ്രോസസ് എന്നാണെങ്കിൽ സൾഫ്യൂരിക് ആസിഡിനെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സിനെ, സൾഫ്യൂരിക് ആസിഡിനെ വ്യാവസായികമായി ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയും നമ്മൾ ഒരു പേര് വിളിക്കും. അതിന്റെ പേരാണ് കോണ്ടാക്ട് പ്രോസസ്. സൾഫ്യൂരിക് ആസിഡിനെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരെന്താണ്? നിങ്ങൾക്ക് സ്ലൈഡ് കാണുന്നില്ലേ? അത് വായിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മൈക്ക് ഓൺ ചെയ്ത ഒരാൾ വായിക്കൂ. സൾഫ്യൂരിക് ആസിഡിനെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരെന്താണ്? Contact process. Contact process. So ammonia is Haber process. Sulfuric acid is contact process. Okay. അപ്പോ എങ്ങനെയാണ് സൾഫ്യൂരിക് ആസിഡിനെ മാനുഫാക്ചർ ചെയ്യുന്നതിന്റെ
ഒരു 4 സ്റ്റെപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. യു ക്യാൻ സി ഇൻ പേജ് നമ്പർ 152. ആ 4 സ്റ്റെപ്പും 4 ഇക്വേഷനും നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കണം. അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പില് നമ്മൾ കാണുക ആരെയാ വെച്ചാല് യു ക്യാൻ സി എ ബെഗർ. ഇവിടെ നമ്മൾ ബെഗർ ആയി എടുത്തിരിക്കുന്നത് ആരെയാണെന്നറിയോ? സൾഫറിനെയാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആരെ വെച്ചുകൊണ്ടാണ്? സൾഫറിനെ വെച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആരെ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്? സൾഫറിൽ നിന്ന് കിങ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സൾഫർ വെച്ചിട്ടാണ്. നമ്മൾ ആരെയാണ് മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത്? വി ആർ ഗോയിങ് ടു മാനുഫാക്ചർ ദ കിങ് ഓഫ് കെമിക്കൽസ്, സൾഫ്യൂരിക് ആസിഡ്. അപ്പോ ഒന്നാമത്തെ സ്റ്റെപ്പ്, 4 സ്റ്റെപ്പുകളില് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാല് സൾഫർ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ആസ് യു ക്യാൻ സി, സൾഫറിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കത്തിക്കാൻ പോവാണ്, ബേൺ ചെയ്യാൻ പോവാണ്. നമുക്കറിയാം ഏതൊരു വസ്തുവും ബേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് കമ്പൈൻ ചെയ്യാണ്? ഷെബീനെ, ഒരു സബ്സ്റ്റൻസ് കത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എയറിലുള്ള ഏത് ഗ്യാസുമായിട്ടാ കമ്പൈൻ ചെയ്യണേ? ഇനി അതും മാഡം പറഞ്ഞു തരണോ? നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതല്ലേ? ഒരു വസ്തു കത്തുക, ബേൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഏത് ഗ്യാസുമായിട്ടാ കമ്പൈൻ ചെയ്യണേ? ഷെബീൻ ഇവിടെ അല്ലേ? റിഷാൻ, ഓക്സിജൻ ആണോന്നോ? ഓക്സിജൻ അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഒരു സബ്സ്റ്റൻസ് ബേൺ ചെയ്യുക, കത്തുക എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആരെ കത്തിക്കാണ്? സൾഫറിനെ ബേൺ ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ സൾഫറിനെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് നമ്മൾ ആരെ ഉണ്ടാക്കാണ്? സൾഫർ ഡൈ ഓക്സൈഡിനെ ഉണ്ടാക്കാണ്. ദിസ് ഇസ് അവർ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ പറഞ്ഞു നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത് ആരായിരുന്നു? ബെഗർ ആയിട്ടുള്ള സൾഫർ ആയിരുന്നു. ഈ സൾഫറിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? കിങ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ആക്കി മാറ്റിയെടുക്കണമെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്. സൾഫറിനെ കത്തിക്കുക, സൾഫറിനെ ബേൺ ചെയ്യുക, വിച്ച് മീൻസ് സൾഫർ ഇസ് ട്രീറ്റഡ് വിത്ത് ഓക്സിജൻ. ഒരു മോയ്സ്ചർ ഫ്രീ ആയിട്ടുള്ള അന്തരീക്ഷ വായുവിൽ, അറ്റ്മോസ്ഫിയറിക് എയറില് ഓക്സിജനുമായിട്ട് സൾഫറിനെ കത്തിക്കുകയാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് SO2, വിച്ച് ഇസ് നോൺ ആസ് സൾഫർ ഡൈ ഓക്സൈഡ്. നമുക്കറിയാം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആണ്, ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ 2 ഓക്സിജൻ, 2 ഓക്സിജൻ വേണം. സോ ദാറ്റ് ഇസ് SO2, സൾഫർ ഡൈ ഓക്സൈഡ്. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണാം, molten sulfur is burned in purified and moisture free atmospheric air. വായുവിന്റെ സാന്നിധ്യത്തില് സൾഫറിനെ നമ്മൾ ബേൺ ചെയ്യാണ്, എന്നിട്ട് എന്താക്കിയിട്ട് മാറ്റുവാണ്? SO2 അല്ലെങ്കിൽ സൾഫർ ഡൈ ഓക്സൈഡ് ആക്കിയിട്ട് മാറ്റാം. ക്ലിയർ ആണോ ഒന്നാമത്തെ സ്റ്റെപ്പ്? ക്ലിയർ ആണോ ഒന്നാമത്തെ സ്റ്റെപ്പ്? Yes, ma'am. ഓക്കെ, അപ്പൊ നമ്മൾ സൾഫറിനെ ഒരു Ma'am, I'm always listening to your class, okay? ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പില് സൾഫറിനെ ഓക്സിജനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അടുത്ത സ്റ്റെപ്പിലും നമ്മൾ എന്താ ചെയ്യണേന്ന് അറിയോ? വീണ്ടും നമ്മുടെ കയ്യിലുള്ള സൾഫർ ഡൈ ഓക്സൈഡ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ കിട്ടിയല്ലോ, അതിനെ വീണ്ടും കത്തിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ കിട്ടിയ സാധനത്തിനെ ഓക്സിജനുമായിട്ട് ട്രീറ്റ് ചെയ്യണം. നമ്മുടെ കയ്യില് ഒന്നാമത്തെ സ്റ്റെപ്പില് സൾഫർ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടായത്. അടുത്ത സ്റ്റെപ്പില് നമ്മൾ വീണ്ടും ഒരു ഓക്സിജനെ കൂടെ കൊടുക്കുക. സ്വാഭാവികമായിട്ടും സൾഫർ ഡൈ ഓക്സൈഡ് എന്നുള്ളത് എന്തായിട്ട് മാറുന്നു? സൾഫർ ട്രൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. സൾഫർ ട്രൈ ഓക്സൈഡ് എന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ കയ്യിൽ 3 ഓക്സിജൻ ഉണ്ട്, ദാറ്റ് ഇസ് SO3. നമ്മൾ നേരത്തെ കണ്ട കത്തിക്കല് പോലെ അത്ര എളുപ്പമുള്ള ബേണിംഗ് അല്ല
രണ്ടാമത്തെ സ്റ്റെപ്പിൽ നടക്കുക. ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് മാത്രമേ ഉള്ളൂ? S+O2 SO2 സൾഫർ ഓക്സിജനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, സൾഫർ ഡയോക്സൈഡ് ഉണ്ടാവും. രണ്ടാമത്തെ സ്റ്റെപ്പില് സൾഫർ ഡയോക്സൈഡിനെ വീണ്ടും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ ഇവിടെ നടക്കുന്ന കത്തല് അത്ര എളുപ്പമുള്ള ബേണിംഗ് അല്ല. ഇവിടെ നമുക്ക് വേറൊരാളുടെ സഹായം ആവശ്യമുണ്ട്. അയാളാണ് ഇവിടെ ഒരു പറയുന്ന കാറ്റലിസ്റ്റ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് വനേഡിയം പെന്റോക്സൈഡ് V2O5. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പിലും ബേണിംഗ് തന്നെയാണ് നടക്കുന്നത്. പക്ഷെ രണ്ടാമത്തെ ബേണിംഗ് അത്ര എളുപ്പത്തിൽ നടക്കില്ല. അവിടെ ഓക്സിജൻ മാത്രം പോരാ, പകരം നമുക്കൊരു കാറ്റലിസ്റ്റിനെ കൂടെ വേണം. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുള്ളതാണ്. കോണ്ടാക്ട് പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റിന്റെ പേരാണ് വനേഡിയം പെന്റോക്സൈഡ്. വനേഡിയം എന്ന് വെച്ചാൽ വി, പെന്റോക്സൈഡ് എന്ന് പറയുമ്പോൾ പെന്റ് എന്ന് പറഞ്ഞാൽ 5, ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ. സോ 5 ഓക്സിജൻ, അതുകൊണ്ടാണ് V2O5 എന്ന പേര് ഇവിടെ നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Yes, madam. Okay, Liba, which catalyst is used in contact process? Vanadium pentoxide. What is the chemical formula of vanadium pentoxide? V2O5. V2O5. ഒന്നാമത്തെ സ്റ്റെപ്പില് ബേണിംഗ് നടക്കുമ്പോൾ നമുക്കൊരു കാറ്റലിസ്റ്റിന്റെ ആവശ്യമുണ്ടോ? No. What do we require? In which step do we require a catalyst? In the second step only. രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ ഇവിടെ മാഡ് ഇട്ടിരിക്കുന്ന ആരോ സിംഗിൾ ഹെഡഡ് ആരോയാണ്. ടെക്സ്റ്റില് അത് ഇതില് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ടെക്സ്റ്റിൽ കറക്റ്റ് ആയിട്ട് ഡബിൾ ഹെഡഡ് ആരോ വെച്ചിട്ടാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ എഴുതേണ്ടത്. വിച്ച് മീൻസ് ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അതുകൊണ്ട് ഈ ആരോന്റെ അവിടെ നിങ്ങൾ ഡബിൾ ഹെഡ് ഉള്ള ആരോ വേണം ഉപയോഗിക്കാൻ. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3, ഒന്നാമത്തെ സ്റ്റെപ്പില് നമുക്ക് S+O2 SO2 കിട്ടി. രണ്ടാമത്തെ നിങ്ങൾ ടെക്സ്റ്റ് കൂടെ നോക്കണേ. രണ്ടാമത്തെ സ്റ്റെപ്പില് SO2 വീണ്ടും കത്തിച്ച് SO3 കിട്ടി. മൂന്നാമത്തെ സ്റ്റെപ്പില് നമുക്ക് കിട്ടിയ SO3 ഉണ്ടല്ലോ, സൾഫർ ട്രയോക്സൈഡ്, ഇതിനെ നമ്മൾ ഒരു സൊല്യൂഷനിൽ നമ്മൾ ഡിസോൾവ് ചെയ്യുവാണ്. ഇവിടെ നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ ആണ് കുറച്ച് സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, നമ്മൾ ഉണ്ടാക്കുന്നത് ഓൾറെഡി സൾഫ്യൂരിക് ആസിഡിനെ ആണല്ലോ. അപ്പൊ ഇവിടെ ഇവർ പറയുന്നത് ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് നെസസറി ആണ്. വളരെ കുറച്ച് എമൗണ്ടില് സൾഫ്യൂരിക് ആസിഡ് ആണ് നമുക്ക് ഇവിടെ റിക്വയർഡ് ആയിട്ടുള്ളത്. നമ്മൾ ഉണ്ടാക്കുന്നത് ഇൻഡസ്ട്രിയൽ വ്യാവസായികമായി ബൾക്ക് ക്വാണ്ടിറ്റിയിൽ സൾഫ്യൂരിക് ആസിഡിനെ ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പ് ആണ് നമ്മൾ പഠിക്കണം. ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരാം. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പില് നമുക്ക് കിട്ടിയ സൾഫർ ട്രയോക്സൈഡിനെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള സൾഫ്യൂരിക് ആസിഡിൽ ഡിസോൾവ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, SO3 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയ സൾഫർ ട്രയോക്സൈഡ്. അതിനെ നമ്മൾ ആരുമായിട്ടാണ് ഡിസോൾവ് ചെയ്യണത്? സൾഫ്യൂരിക് ആസിഡുമായിട്ടാണ് ഡിസോൾവ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ നമുക്ക് കിട്ടുന്ന ആള് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇതാ ഒലിയം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, H2SO4ന്റെ കയ്യിൽ 2 ഹൈഡ്രജൻ ഉണ്ട്. അതേ 2 ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്. ദെൻ ഒരു സൾഫർ SO3യുടെ കയ്യിലുണ്ട്. അടുത്ത സൾഫർ ഇവിടെ ഉണ്ട്. ദാ ഇവിടെ ഒരു സൾഫർ, ഇവിടെ ഒരു സൾഫർ. അങ്ങനെ ടോട്ടൽ 2 സൾഫർ ഇവിടെ പ്രൊഡക്റ്റ് സൈഡിലുണ്ട്. ദെൻ ഇവിടെ 3 ഓക്സിജൻ ഉണ്ട്. ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്. 4+3 ആകെ ടോട്ടൽ 7 ഓക്സിജൻ ഇവിടെ ഉണ്ട്. സോ ഇത് രണ്ടും കൂടി ചേർന്നുണ്ടാകുന്ന ഈ പ്രൊഡക്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഡാഷ് ഇട്ടിട്ട് ചിലപ്പോൾ ഒരു A എന്ന് അങ്ങോട്ട് തന്നിട്ട് ചോദിക്കും, വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി പ്രൊഡക്റ്റ് ഫോംഡ് ഹിയർ? വാട്ട് ഈസ് ദ നെയിം? ഒലിയം.
ഒലിയം എന്നാണ് നമ്മൾ വിളിക്കുക കേട്ടോ. ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിനെ H2SO7 പേര് ഒലിയം എന്നാണ്. ദെൻ വാട്ട് ഈസ് ദി കെമിക്കൽ ഫോർമുല? ഇവിടെ ഉണ്ടാവുന്ന ഈ സാധനത്തിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? വാട്ട് ഈസ് ദി കെമിക്കൽ ഫോർമുല? എന്താണ് കെമിക്കൽ ഫോർമുല? ജിബ? H2H2O7. H2SO7 ഒലിയത്തിന്റെ കെമിക്കൽ ഫോർമുലയും പേരും അതുണ്ടാകുന്ന ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആണ്. എത്രാമത്തെ സ്റ്റെപ്പിലാണ് ഈ ഒലിയം നമുക്ക് കിട്ടണത്? തേർഡ് സ്റ്റെപ്പിലാണ്. ക്ലിയർ ആണോ ഹെന? Yes, ma'am. ഓക്കെ. നെക്സ്റ്റ് നാലാമത്തെ സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് ആരെയൊക്കെ കിട്ടി? ഒന്നാമത്തെ സ്റ്റെപ്പില് S+O2SO2 സൾഫറിനെ കത്തിച്ച് സൾഫർ ഡൈ ഓക്സൈഡ് കിട്ടി. അടുത്ത സ്റ്റെപ്പില് സൾഫർ ഡൈ ഓക്സൈഡിനെ വീണ്ടും കത്തിച്ചു. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമ്മളൊരു വനേഡിയം പെന്റോക്സൈഡ് എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് കൊടുത്താലേ ഈ ബേണിംഗ് നടക്കുള്ളൂ. സൾഫർ ഡൈ ഓക്സൈഡിനെ കത്തിച്ചാൽ നമുക്ക് ആരെ കിട്ടും? സൾഫർ ട്രൈ ഓക്സൈഡിനെ കിട്ടും. മൂന്നാമത്തെ സ്റ്റെപ്പില് സൾഫർ ട്രൈ ഓക്സൈഡിന് നമ്മൾ കുറച്ച് സൾഫ്യൂരിക് ആസിഡിൽ ഡിസോൾവ് ചെയ്തു. അവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ കിട്ടി. ദാറ്റ് ഇസ് ഒലിയം, H2S2O7. അടുത്ത സ്റ്റെപ്പില് നമ്മൾ ഈ ഒലിയത്തിനെ H2S2O7 നമ്മൾ ആരുമായിട്ട് മിക്സ് ചെയ്യാണ്? സിമ്പിൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യാണ്. H2S2O7 വാട്ടർ അഥവാ H2O വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാണ്. അപ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള ആരെ കിട്ടുന്നത്? സൾഫ്യൂരിക് ആസിഡിനെ കിട്ടുന്നത്. നിങ്ങൾ ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നെ പഠിക്കണം. ഇത് ബാലൻസ് ചെയ്താൽ കറക്റ്റ് എണ്ണം നമുക്ക് കിട്ടും. വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും 2 ഹൈഡ്രജൻ ഉണ്ട്. ഇത് നിങ്ങൾ ബാലൻസ് ചെയ്താൽ 2 × 2 4 ഹൈഡ്രജൻ ഉണ്ട്. ദെൻ ഇവിടെ 2 സൾഫർ ഉണ്ട്, ഇവിടെയും 2 സൾഫർ ഉണ്ട്. ഈ 2 എല്ലാത്തിനും കോമൺ ആണ്. അപ്പൊ 2 × 1 2 സൾഫർ. ദെൻ ഇവിടെ 7 ഓക്സിജൻ ഉണ്ട്, ഇതിന്റെ കയ്യിൽ 1 ഓക്സിജൻ ഉണ്ട്. അങ്ങനെ ടോട്ടൽ 8 ഓക്സിജൻ ഉണ്ട്. ഇവിടെയും എന്താണ്? 2 × 4 8. അപ്പൊ ബാലൻസ് ചെയ്താൽ കറക്റ്റ് എണ്ണം കിട്ടും. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അങ്ങനെ തന്നെ അറിയും വേണം. ക്ലിയർ ആണോ? ഒലിയം കിട്ടി തേർഡ് സ്റ്റെപ്പില്. ഒലിയത്തിനെ വാട്ടറിൽ മിക്സ് ചെയ്ത് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇതുവരെ ക്ലിയർ ആണോ? നാലാമത്തെ സ്റ്റെപ്പ് ഇമ? Yes, ma'am. Yes, ma'am. ഓക്കെ. ഇതാണ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കിയെടുക്കാനുള്ള 4 സ്റ്റെപ്പ്. 4 സ്റ്റെപ്പും ഇമ്പോർട്ടന്റ് ആണ്. 4ന്റെയും ഇക്വേഷൻ പഠിക്കണം. എവിടെയെങ്കിലും ഒക്കെ ഒരു ഡാഷ് ഇട്ട് ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്താണ് എന്ന് ചോദിക്കും. പ്രത്യേകിച്ച് വനേഡിയം പെന്റോക്സൈഡ് കാറ്റലിസ്റ്റ്, അതിന്റെ കെമിക്കൽ ഫോർമുല, ദെൻ ഒലിയത്തിന്റെ പേര്, അതിന്റെ കെമിക്കൽ ഫോർമുല, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയാണ് കോണ്ടാക്ട് പ്രോസസ്സിലെ 4 സ്റ്റെപ്പുകൾ വരുന്നത്. ഇനി ഇവിടെ നിന്ന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ 4 സ്റ്റെപ്പ് പഠിച്ചുവല്ലോ. ഇവര് പറയുന്നു ഈ 4 സ്റ്റെപ്പിന്റെ ആവശ്യം ശരിക്കില്ല. ഒരു എളുപ്പ വഴിയുണ്ട്. നമുക്ക് സൾഫർ ട്രൈ ഓക്സൈഡിനെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കിട്ടിയല്ലോ. എന്തായിരുന്നു സൾഫർ ട്രൈ ഓക്സൈഡിന്റെ ഫോർമുല? എന്തായിരുന്നു? ആരാ പറയാ? സൾഫർ ട്രൈ ഓക്സൈഡ് മുഹസീന, സൾഫർ ട്രൈ ഓക്സൈഡിന്റെ ഫോർമുല എന്തായിരുന്നു? സൾഫർ ട്രൈ ഓക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല എന്താ? സൾഫർ ട്രൈ ഓക്സൈഡ്. മുഹസീന ഇല്ലേ ഇവിടെ? റെനീൻ, what is the chemical formula of sulfur trioxide? സൾഫർ ട്രയോക്സൈഡ്. എടാ പൊട്ടന്മാരാണോ നിങ്ങള്? സൾഫർ ട്രയോക്സൈഡ് ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. സൾഫറിന്റെ എങ്ങനെയാ നമ്മൾ റെപ്രസെന്റ് ചെയ്യാ? ട്രൈ എന്ന് പറഞ്ഞാൽ എത്രയാ നമ്പർ? ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? റെനീൻ
Ma'am, the dissolution of SO3 in water is an exothermic process. So the sulfuric acid initially formed turns into Yes, fog-like Pavitra, I will particles. come to that point. Wait, Renin, what is the chemical formula of sulfur dioxide? ഈ മൈക്ക് ഓൺ ചെയ്യാത്ത ആർക്കും അറ്റൻഡൻസ് ഇല്ല കേട്ടോ. അതുപോലെ കയറി കഴിഞ്ഞ് ലെഫ്റ്റ് ആവുന്നവർക്കും. ഷേബ് ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. മുഹസീനക്ക് അറ്റൻഡൻസ് ഇല്ല. മുഹസീനയുടെ മൈക്ക് ഓൺ അല്ല. റെനീന് അറ്റൻഡൻസ് ഇല്ല. ദെൻ അഫ്നാൻ, സൾഫർ ട്രയോക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? H2SO4. സൾഫർ ട്രയോക്സൈഡാ ചോദിച്ചേ. സൾഫർ ട്രയോക്സൈഡ്, സൾഫ്യൂരിക് ആസിഡ് അല്ല. അറിയാവുന്ന ഒരാള് മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞത് ഇപ്പൊ ഇത്ര നേരം പറഞ്ഞത് എന്താണ്? സൾഫർ ട്രയോക്സൈഡ്. ടെക്സ്റ്റ് നോക്കി പറയൂ അറിയാത്തവര്. ശരി, ആർക്കും അറിയില്ല. എല്ലാവർക്കും സി മാർക്ക്. അപ്പൊ നിങ്ങൾക്ക് കെമിസ്ട്രി ഒന്നും അറിയില്ല. സി മാർക്ക് എല്ലാവർക്കും 0 ആണ്. സൾഫർ എന്ന് പറഞ്ഞാൽ എസ്, ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ O, ട്രൈ എന്ന് പറഞ്ഞാൽ 3. അതിന്റെ അർത്ഥം 3 ഓക്സിജനും 1 സൾഫറും. SO3, സൾഫർ ട്രയോക്സൈഡ്. ഓക്കെ, ഇവര് പറയുന്നത് സൾഫർ ട്രയോക്സൈഡിനെ നേരിട്ട് വെള്ളത്തിലോട്ട് ഡിസോൾവ് ചെയ്യിപ്പിച്ചാൽ സൾഫ്യൂരിക് ആസിഡ് കിട്ടുമെന്ന് ഇവർ പറയുന്നു. അതായത് നമ്മൾ ഈ കഷ്ടപ്പെട്ട് എഴുതിയ 4 സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. SO3 എന്ന് പറയുന്ന സാധനത്തിലോട്ട് SO3 എന്ന് പറയുന്ന സൾഫർ ട്രയോക്സൈഡിലേക്ക് വാട്ടർ എന്ന് പറയുന്ന H2 ആഡ് ചെയ്താൽ മതി എന്നാണ് ഇവർ പറയണത്. അപ്പൊ പിന്നെ എന്തിനാ നമ്മൾ കഷ്ടപ്പെട്ട് ഈ 4 സ്റ്റെപ്പിലൂടെ ഇതിനുണ്ടാക്കണേ? ഇവര് പറയുന്നത് പോലെ ഡയറക്റ്റ് ആ ഒരു റിയാക്ഷൻ ചെയ്താൽ പോരെ. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എന്താണെന്നറിയോ? ആ റിയാക്ഷൻ ഒരു എക്സോതേർമിക് റിയാക്ഷൻ ആണ്. എന്താ എക്സോതേർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാന്നറിയോ? ഇതാ ഇവര് പറയണത് ഇതാണ്. SO3ലോട്ട് H2O ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സൾഫ്യൂരിക് ആസിഡിനെ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് 4 സ്റ്റെപ്പ് ഒന്നും ചെയ്യണ്ട, ഈ സ്റ്റെപ്പ് ചെയ്താൽ മതി. ഇവര് പറയുന്നതിന്റെ റീസൺ എന്താണെന്നറിയോ? നമുക്ക് ഇതൊന്ന് നോക്കി നോക്കാം. ഇവര് പറയുന്നത് സൾഫർ ട്രയോക്സൈഡിലേക്ക് വാട്ടർ ഒഴിച്ചാൽ നമുക്ക് ആവശ്യമുള്ള H2SO4 കിട്ടുമോ? കിട്ടും. ദാ ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ H2, ദെൻ ഇവിടെ എത്ര എസ് ആ ഉള്ളത്? 1 S. ഓക്കെ, അപ്പോ S. ഇനി രണ്ടിലും കൂടെ എത്ര ഓക്സിജൻ ആയി? ഇവിടെ ഒരു 3 ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്. അപ്പൊ ആകെ O4. അവര് പറയുന്നത് കറക്റ്റ് ആണ്. സൾഫർ ട്രയോക്സൈഡിലേക്ക് വാട്ടറിന് ഒഴിച്ചാലും ആരെ കിട്ടും? സൾഫ്യൂരിക് ആസിഡിനെ കിട്ടും. അപ്പൊ ഈ 4 സ്റ്റെപ്പിന്റെ ആവശ്യമില്ല, 3 സ്റ്റെപ്പിൽ അവസാനിപ്പിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് എ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? കാരണം ഈ റിയാക്ഷൻ എന്താ? സലിം കുമാർ ഇരിക്കുന്നത് പോലെ ദിസ് ഇസ് എൻ എക്സോതേർമിക് റിയാക്ഷൻ. ഒരുപാട് ഹീറ്റും ഒരുപാട് സ്മോക്കും പുകയൊക്കെ വരുന്ന ഒരു കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സോതേർമിക് റിയാക്ഷൻ ആണ് ഇത്. അതുകൊണ്ടാണ് നമ്മൾ യെസ്. In this picture is just an imagination. Yes, In this Pavitra. picture. Yes, Pavitra. We can talk later. Okay, after the class, only 10 minutes is left. Yeah. Okay, this is an exothermic reaction. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു റിയാക്ഷൻ പ്രിഫർ ചെയ്യാത്തത്. അപ്പൊ ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. സൾഫർ ട്രയോക്സൈഡിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? സൾഫ്യൂരിക് ആസിഡ് കിട്ടും. അതായത് ഇവർ പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ കിട്ടിയ, ടെക്സ്റ്റ് നോക്കിക്കോളൂ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ കിട്ടിയ സൾഫർ ട്രയോക്സൈഡിലേക്ക് വാട്ടറിനെ ആഡ് ചെയ്താലും സൾഫ്യൂരിക് ആസിഡ് കിട്ടും. അതായത് മൂന്നാമത്തെ സ്റ്റെപ്പില് ഒലിയം ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ സ്റ്റിൽ എന്തുകൊണ്ട് നമ്മൾ ഒലിയം ഉണ്ടാക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ ദി ആൻസർ ഇസ് ദിസ്. ഈ 2 പോയിന്റ്സ് ഉണ്ടായിരിക്കണം. ദ ഡിസൊല്യൂഷൻ ഓഫ് സൾഫർ ട്രയോക്സൈഡ് ഇൻ വാട്ടർ ഇസ് ഹൈലി എക്സോതേർമിക് പ്രോസസ്. ഹൈലി എക്സോതേർമിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണിത്.
അതുകൊണ്ട് അവിടെ എന്തുണ്ടാവും എന്നറിയോ? ഫോഗ് ലൈക്ക് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഒരുപാട് പുക പിടിച്ച ഒരു അന്തരീക്ഷമാണ് ഉണ്ടാവുക. അതുകൊണ്ട് അവിടെ നന്നായി ഫെർദർ ഡിസൊല്യൂഷൻ നടക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ നമ്മൾ പ്രിഫർ ചെയ്യാത്തത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ Yes, ആണോ? ma'am. ക്ലിയർ മാം, ക്ലിയർ. നീ എവിടേക്കാ പോയത്? ആദ്യം അവസാനം മാത്രം വരാൻ ഇവിടെ എന്താ നടക്കണേ? ക്ലാസ്സിലെ നടക്കണേ? അറ്റൻഡൻസ് ഇല്ല കേട്ടോ. ഞാൻ അവിടെ ഉണ്ടായിരുന്നാടോ. ഉണ്ടായിരുന്നോ? അപ്പൊ എന്തുകൊണ്ടാ നമ്മൾ ഈ ഉണ്ടായിരുന്നു. റിയാക്ഷൻ പ്രിഫർ ചെയ്യാത്തത്? എന്തുകൊണ്ടാടാ പ്രിഫർ ചെയ്യാത്ത? സൾഫർ ട്രയോക്സൈഡിലേക്ക് വാട്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് കിട്ടും. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നില്ല? അത് എന്ത് തരം റിയാക്ഷൻ ആണ്? എക്സോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അവിടെ ഒരുപാട് ഫോഗ് ലൈക്ക് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതുകൊണ്ട് ആ റിയാക്ഷൻ അത്ര എഫക്റ്റീവായി നടക്കില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്, അതുകൂടെ നിങ്ങൾ വായിക്കണം. അതുപോലെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ 4 പോയിന്റ് ഉണ്ട്, അതുകൂടെ വായിക്കണം. പിന്നെ ഉള്ളത് സൾഫ്യൂരിക് ആസിഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ആണ്. അതിൽ ഒറ്റ പോയിന്റ് മാത്രം മാഡം വേഗം പറയാം. പേജ് നമ്പർ 153 സോളിബിലിറ്റി ഇൻ വാട്ടർ എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്. സോളിബിലിറ്റി ഇൻ വാട്ടർ. അവിടെ അവർ പറയുന്നത് കുറച്ച് ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്ത് അതിൽ കുറച്ച് വാട്ടർ എടുക്കാം. അതിലേക്ക് 1-2 ഡ്രോപ്പ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യും. വാട്ടറിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ അതിന്റെ അടിഭാഗം പോയി ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. ടച്ച് ദി ബോട്ടം. നമുക്ക് എന്ത് ഫീൽ ചെയ്യാനാ പറ്റുക? സയാൻ ഉണ്ടോ? സയാൻ ഇല്ല, സയാന്റെ പേര് മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഇനി അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് ആരും എന്റെ അടുത്ത് ചോദിച്ചു വരരുത് എന്താ അറ്റൻഡൻസ് ഇടാത്തതെന്ന് കേട്ടോ. റിഷാൻ ഉണ്ടോ? എലിബ? Yes, ma'am. വാട്ടറിലേക്ക് 1-2 ഡ്രോപ്പ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. എന്നിട്ട് അതിന്റെ അടിഭാഗം നമ്മള് ടെസ്റ്റ് ട്യൂബിന്റെ അടിഭാഗം ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ക്യാൻ യു ഫീൽ? Heat. നമുക്ക് ചൂട് അനുഭവപ്പെടും. എന്തുകൊണ്ടാണ്? നമ്മളത് ഓൾറെഡി പഠിച്ചതാ. വാട്ടറും ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എക്സോ എന്ന് പറഞ്ഞാൽ എക്സിറ്റ്, പുറത്തോട്ട്. തെർമോ എന്ന് പറഞ്ഞാൽ ഹീറ്റ്, ഹീറ്റിനെ പുറത്തോട്ട് വിടുന്ന റിയാക്ഷനെയാണ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. സൾഫ്യൂരിക് ആസിഡിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. വാട്ടറിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. അതിന്റെ അടിഭാഗം തൊട്ട് നോക്കാൻ പറഞ്ഞാൽ വി ക്യാൻ ഫീൽ ഹീറ്റ്. കാരണം അത് എന്താണ്? എക്സോതെർമിക് പ്രോസസ് ആണ്. ഇതൊരു പ്രോപ്പർട്ടി ആണ്. അതുപോലെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഇവിടെ പറഞ്ഞത് വാട്ടർ എടുത്ത് അതിലേക്ക് ആസിഡ് ഒഴിക്കാനാ. ഒരിക്കലും ആസിഡ് എടുത്ത് അതിലേക്ക് വാട്ടർ ഒഴിക്കാൻ പറയില്ല. ദാറ്റ് ഈസ് ഓൾസോ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് വാട്ടറും ആസിഡും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുക, ഒരു വലിയ കടല്, നിങ്ങൾ ഒരു ബ്രിഡ്ജ്, മുകളിൽ ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് ആസിഡിനെ കടലിലേക്ക് ഒഴിക്കുന്നു എന്ന് ആലോചിക്കുക. നമ്മൾ എപ്പോഴും ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ വാട്ടറിലേക്കാണ് ആസിഡ് ആഡ് ചെയ്യുക. ഒരിക്കലും ആസിഡ് എടുത്ത് വാട്ടറിലേക്ക് ഒഴിക്കില്ല. വെള്ളത്തിലേക്ക് ആസിഡ് ഒഴിക്കാൻ പാടില്ല. ആസിഡിലേക്ക് വാട്ടർ ആഡ് ചെയ്യാൻ പാടില്ല. വാട്ടറിലോട്ടാണ് ആസിഡ് ഒഴിക്കേണ്ടത്. എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ നേരെ പോയി ആസിഡ് എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആസിഡ് സ്പ്ലാഷ് ഔട്ട് ചെയ്ത് തെറിച്ച് പുറത്തോട്ടൊക്കെ തെറിച്ച് എക്സോതെർമിക് റിയാക്ഷൻ നടന്ന് ആക്സിഡൻസ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈൽ ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിലോട്ട് വേണം ആസിഡ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് സേഫ് ആയിട്ട് ഒഴിക്കാൻ. ആസിഡിലേക്ക് വാട്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ ആക്സിഡൻസ് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്രയാണ് ഒന്നാമത്തെ പോയിന്റ്. സോളിബിലിറ്റി ഇൻ വാട്ടറിൽ പറയുന്ന 2 ക്വസ്റ്റ്യൻ. ഒന്ന്, ടച്ച് ചെയ്ത് നോക്കിയാൽ ഹീറ്റ് ഫീൽ ചെയ്യും. അടുത്തത്,
ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആസിഡിലേക്കാണോ വാട്ടർ ഒഴിക്കുക, വാട്ടറിലേക്കാണോ ആസിഡ് ഒഴിക്കുക? ഹയ, Yes, ma'am. വാട്ടറിലോട്ടാണോ ആസിഡ് ഒഴിക്കേണ്ടത്, ആസിഡിലേക്കാണോ വാട്ടർ ആഡ് ചെയ്യേണ്ടത്? Water acid add. വാട്ടറിലേക്ക് ആസിഡ് ആഡ് ചെയ്യുക, അതർവൈസ് ദർ ക്യാൻ ബി സ്പ്ലാഷിംഗ് ഔട്ട് ഓഫ് ആസിഡ് ആൻഡ് ഇറ്റ് മേ ലീഡ് ടു ആക്സിഡൻസ്. ഇത്രയാണ് സൾഫ്യൂരിക് ആസിഡിൽ പറയാനുള്ളത്. എല്ലാ ലൈനും പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ വിട്ടുപോയിട്ടുള്ളത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അത് നിങ്ങൾ വായിച്ചാൽ മതി കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങള് നിങ്ങൾ ഇരുന്ന് വായിക്കണം കേട്ടോ. സൾഫ്യൂരിക് ആസിഡ് വായിക്കണം. കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ ക്ലാസ്സിൽ എടുക്കും. അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഈച്ച് ലൈൻ ഇരുന്ന് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ സൾഫ്യൂരിക് Okay, ma'am. തന്നെ വായിക്കാം. ഓക്കെ, യു ക്യാൻ ലീവ് നൗ. Okay, bye, ma'am.